ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ താഡിപത്രയിൽ പെന്ന നദിയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം എന്നത്. 1490-നും 1509-നും ഇടയിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് ഗുട്ടി ഗണ്ടിക്കൊട്ട മേഖലയുടെ തലവനായിരുന്ന പെമ്മസാനി രാമലിംഗ നായിഡു ഒന്നാമനാണ് ഇത് നിർമ്മിച്ചത്. ക്ഷേത്രം പണിയാൻ ബനാറസിൽ നിന്നും യെല്ലഞ്ചേരി എന്ന ശില്പിയെ കൊണ്ടുവന്നതായി രേഖകൾ കാണിക്കുന്നു. ഗ്രന്ഥങ്ങളനുസരിച്ച് പരശുരാമൻ തപസിരുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ സാലുവ രാജവംശത്തിന്റെ ഭരണകാലത്ത് എല്ലാ വാസ്തുവിദ്യാ വൈഭവത്തോടും കൂടി നിർമ്മിച്ചതാണ് ബുഗ്ഗ രാമലിംഗേശ്വര സ്വാമി ക്ഷേത്രം. നിർമ്മാണം ആരംഭിച്ചതിന്റെയും പൂർത്തീകരിച്ചതിന്റെയും കൃത്യമായ തീയതി അറിയാവുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ബുഗ്ഗ രാമലിംഗേശ്വര ക്ഷേത്രം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആൻഡ് ഈസ്റ്റേൺ ആർക്കിടെക്ചർ എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ച വാസ്തുവിദ്യാ ചരിത്രകാരനായ ജെയിംസ് ആൻഡേഴ്സൺ ഈ ക്ഷേത്രത്തിലെ ഗംഭീരമായ ഗോപുരങ്ങളെ അത്ഭുതങ്ങളെന്നാണ് വിശേഷിപ്പിച്ചത്. ആദ്യകാല വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച കൊത്തുപണികൾ ചിലത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മുസ്ലിം ഭരണാധികാരികൾ പലതവണ കൊള്ളയടിച്ചിട്ടും ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ വിസ്മയം എങ്ങനെ കാലത്തിന്റെ പരീക്ഷണത്തെ ചെറുക്കാൻ കഴിഞ്ഞു എന്നതൊരു അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ അപൂർണവും എന്നാൽ ഗംഭീരവുമായ ഗോപുരങ്ങളുടെ കേന്ദ്രസ്ഥാനത്തെത്തുമ്പോൾ വ്യത്യസ്തമായ കഥകൾ പറയുന്ന മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണു ക്ഷേത്രത്തിന് മുന്നിലുള്ള സപ്തസ്വരംഗ സംഗീത തൂണുകൾ, മേൽക്കൂരയിലെ മനോഹരമായ കൊത്തുപണികൾ, ക്ഷേത്രത്തിന്റെ പുറത്തെ ചുവരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഇതിഹാസങ്ങൾ എന്നിങ്ങനെ നിരവധി വാസ്തുവിദ്യാ വിസ്മയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ഗോപുരങ്ങളും ക്ഷേത്രത്തിലെ കൊത്തുപണികളും മൊത്തത്തിൽ ശിവന്റെ വിവിധ അവതാരങ്ങളും അദ്ദേഹത്തിന്റെ നിരവധി ജീവിത കഥകളും ചിത്രീകരിക്കുന്നു. ശിവപുരാണം കൂടാതെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും പ്രസിദ്ധമായ എപ്പിസോഡുകളും പാലാഴി മദനം പോലെയുള്ള ജനപ്രിയ പുരാണ കഥകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം വർഷം മുഴുവനും തുടർച്ചയായി ഒഴുകുന്ന ഒരു ഭൂഗർഭാരുവി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ജലപ്രവാഹം ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് താഴെ നിന്ന് ഉത്ഭവിച്ച് ക്ഷേത്രത്തിനുള്ളിലെ ഒരു കുളത്തിലേക്ക് പതിക്കുകയും തുടർന്ന് അനന്തഗിരി വനത്തിലൂടെ സഞ്ചരിച്ച് തൊട്ടടുത്തുള്ള മറ്റൊരു നദിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. വിശ്വാസപ്രകാരം നന്ദിയുടെ വായിലൂടെ ഒഴുകുന്ന ഈ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ട്. പല മരങ്ങളുടെയും വേരുകൾ സ്പർശിക്കുന്ന കാടിന്റെ ഉൾഭാഗത്തിൽ നിന്നാണ് ഈ വെള്ളം എത്തുന്നത്. ഈ വേരുകൾക്ക് ഔഷധ ഗുണമുള്ളതിനാൽ നന്ദിയുടെ വായിൽ നിന്നും പുറപ്പെടുന്ന വെള്ളം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കുന്നതിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പ്രദേശം അതിന്റെ നിർമ്മാണം മുതൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ആവിർഭാവവും അവസാനവും വരെ കടന്നുപോയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു ചിത്രമായി മാത്രമല്ല, മുസ്ലിം സൈന്യം കൊള്ളയടിക്കപ്പെട്ട ജില്ലയിലെ ചുരുക്കം ചില ക്ഷേത്രത്തിലൊന്നായും ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. താടപത്രി പട്ടണത്തിന്റെ കിഴക്കേ അറ്റത്ത് പെന്ന നദിയുടെ തീരത്ത് നിരവധി ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഗംഭീരമായ ക്ഷേത്രത്തിന്റെ വടക്ക്, പടിഞ്ഞാറ്, തെക്ക് എന്നിങ്ങനെ 3 വശങ്ങളിലായി കുറ്റൻ ഗോപുരങ്ങളാൽ വിശേഷിപ്പിക്കപ്പെടുന്നു. മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രം കൊള്ളയടിച്ചതിനു ശേഷം 1800-കളിൽ നവീകരിച്ച് ആരാധന പുനരാരംഭിച്ചുവെങ്കിലും ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം അന്ന്. വാസ്തുവിദ്യാ സൗന്ദര്യവും ക്ഷേത്രത്തിന്റെ ചരിത്രവും അതിന്റെ അസ്തിത്വവും ഉണ്ടായിരുന്നിട്ടും ക്ഷേത്രത്തിന്റെ പരിപാലനത്തിലെ നിസ്സംഗത കാരണം ക്ഷേത്രത്തിന് പ്രദേശവാസികൾ കൂടാതെ വളരെ കുറച്ച് സന്ദർശകർ മാത്രമേ ഉള്ളൂ.